എന്താ പരിപാടി? ഒരു പടുവലങ്ങ കൂട്ടാനാണ് കേട്ടോ. മഴ നോക്കി, നല്ല മഴ, നല്ല മഴ. എളുപ്പത്തിലൊരു പടുവലങ്ങ കൂട്ടാനാണ് കേട്ടോ. നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതന്നെ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പടുവലങ്ങ. കറണ്ടും പോയിട്ട് വരിക, തേങ്ങ അരക്കണം. അല്ല, ഇരുട്ടൂത്തി മഴ വരില്ലേ. ലൈറ്റിൻ്റെ പവർ കുറഞ്ഞു തുടങ്ങി, അപ്പോൾ വേഗം കറി വെച്ചെടുക്കണം. ലൈറ്റിൻ്റെ പവർ കുറഞ്ഞു തുടങ്ങിയെന്ന്. കറണ്ടുണ്ട്, അങ്ങനെ പറയുക. പവർ ഇപ്പോൾ കുറഞ്ഞു വരികയാണ് ലൈറ്റിന്. ഇരുട്ടൂത്തി പറഞ്ഞാൽ ഇരുട്ടൂത്തി മഴ വരുന്നു. എന്ത് വിധി ഇത്? എന്നും മഴന്റെ കൂട്ടമുള്ളൂ. 6 മാസം മഴ മഴ തന്നെ പറയും ഞങ്ങള്. വെയിൽ വന്നാൽ ചൂട് ഞങ്ങള് പറയില്ല ഒരിക്കലും പറയില്ല. നമുക്ക് വീശിയിട്ടെങ്കിലും ഇരിക്കാം. നല്ലോണം പടവലങ്ങ സ്മെല്ലുണ്ടല്ലേ. സോറിയാ, നോക്കിയെടുക്കട്ടെ കേട്ടോ. ഓക്കെ, തേങ്ങന്നേ കൊണ്ടെടുക്കട്ടെ കേട്ടോ. തീരെ മൂത്തില്ലല്ലോ. നോക്ക്, ചേരകുമ്പോ ഇന്നലെ അമ്മ അളവെടുത്ത് മുറിച്ച് തേങ്ങയാ. തീരെ മൂത്തില്ലല്ലോ. അതെങ്ങനെയായി പോയത്? കടയിൽ നിന്ന് മൂക്കാത്താണ് കിട്ടുന്നത്. ചേരകുമ്പോ ഒന്നായി വരിക. എന്ത് വലിയ വലിയ കഷ്ണമാക്കി വരിക. അപ്പോൾ പിന്നെ പൂണ്ടെടുക്കണതല്ലേ നല്ലത്. അതെ, എന്താണാവോ ചേരവയ്ക്ക് പ്രശ്നമായത്? ചേരവയ്ക്കല്ല പ്രശ്നം, തേങ്ങയ്ക്ക്. ഓ, എന്താ ഒരു മഴ വരുന്നു. എനിക്ക് വലിയ 2 കാക്കകൾ അവിടെ കേട്ടോ. ഒരു മുറി തേങ്ങ, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 6-7 വറ്റൽമുളകും നന്നായി അരച്ചിട്ട് വരട്ടെ. പടവലങ്ങ കറി വയ്ക്കട്ടെ. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. 1 ടീസ്പൂൺ മതി. ഒരു 6-7 ചെറിയ ഉള്ളി ഇട്ടാ. കുറേ മൺചട്ടി എടുത്തിട്ട് എന്താണ് ഒന്ന് നോക്കട്ടെ. അപ്പോൾ ഒരു വലിയ പടവലങ്ങ ഇട്ട് കൊടുക്കുക. 1.5 പടവലങ്ങ അല്ലേ? 1.5 പടവലങ്ങ അല്ലേ? നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് വഴറ്റട്ടെ. പടവലങ്ങ നന്നായി വാടി കിട്ടും. നന്നായി വാടിയിട്ടാ. 2 തക്കാളി പുളിയുള്ളത്. നന്നായി വഴണ്ട് വെക്കേട്ടോ. നന്നായി വഴണ്ട് വന്നു കേട്ടോ. ഇനി ഇതിലേക്ക് മഞ്ഞൾത്തൂൾ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഉപ്പിട്ട വേഗം വഴന്ന് കിട്ടും. വഴണ്ട് വന്നു. വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി വേവാൻ എളുപ്പമാണ്. നന്നായി വേവട്ടെ കേട്ടോ. നിറച്ച് വെച്ച് വേവും. നന്നായി വേകട്ടെ. കറക്റ്റ് മൂടി. നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം കേട്ടോ.
രണ്ടായിട്ട് അരച്ചതാണ്, അതാണ് 2 കളറ്. അതെ, 2 സ്റ്റെപ്പായി അരച്ചതാ മിക്സിയിൽ കൊള്ളാണ്ട്. വലിയ ജാറെടുത്തില്ല, അതിലറിയില്ല. കുറച്ച് വെള്ളം ഒഴിക്കണം. നന്നായി ഒന്ന് തിളക്കട്ടെ. കറി തിളച്ചു കൂട്ടാം. ഇനി എന്താ പരിപാടി? ഇങ്ങനത്തെ പച്ചവെള്ളം ഒഴിച്ച് താളിച്ചൊഴിക്കാം. ഓക്കെ ഓക്കെ. ഒരു മഴ കാരണം മറക്കാനിരിക്കാൻ വയ്യ. ഇവിടെ മൊത്തം ഒച്ചും അട്ടയും, അതാണ് കൂടുതലും. ചട്ടിയാണ് ചൂടാവട്ടെ കേട്ടോ. കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. ഒന്ന് ചൂടാവട്ടെ നന്നായിട്ട്. കടുകിട്ട് കൊടുക്കും. കടുക് വേഗം പൊട്ടി. എന്നിട്ട് വറ്റലുമുളക്, കുറച്ച് ചെറിയ ഉള്ളി, കറിവേപ്പില. അത് മസ്റ്റ്. കറിവേപ്പില ഇല്ലാതെ ഒരു കറിയുണ്ട്. ചാടിപ്പോയി. എപ്പോഴും അങ്ങനെയാണ്, ഒരു മുളക് ചാടിപ്പോയി. അപ്പോൾ ഐഡിയ. നന്നായി നോക്കട്ടെ. ആയി. സൂപ്പർ. അടിപൊളി പടവലങ്ങ കറി. പുളിങ്കറിയല്ല, പപ്പടം വറുത്തിട്ടേട്ടാ. പപ്പടത്തിന് നടക്കും ഓട്ട ഉണ്ടാക്കുന്ന, എന്നിട്ട് പൊള്ളിക്ക്. എന്നിട്ട് പൊള്ളിക്കല്ലേ നല്ലത്. അതിൻ്റെ കുറേ അയ്യോ, ഇത് മാത്രം നന്നായി പൊന്തിയല്ലോ ഓട്ട കുത്തിയിട്ട്. ഓട്ട കുത്തിയപ്പോൾ നന്നായി പൊന്തി. ചോറ് തരട്ടെ. ആ നോക്ക് ഗൈസ്, 2 കാക്കകളെ. കാക്കകൾ തമ്മിൽ സ്നേഹം. കൂട്ടുകാരാണ്, ഫ്രണ്ട്സാണ് ആണെന്ന് തോന്നണു. 2 പേരും ഒരേപോലെ തിരിഞ്ഞിരിക്കണു. നല്ല ഫ്രണ്ട്സാ അവര്. അപ്പം പഠിച്ച കൂട്ടുകാരാന്ന് തോന്നുന്നുണ്ട്. എല്ലാവരും ഒന്ന് വെച്ച് നോക്കാൻ വെക്കാത്ത സൂപ്പർ ടേസ്റ്റ്. അങ്ങനെ വെക്കുമ്പോൾ അരച്ച് വെക്കുമ്പോഴേ വഴറ്റി ഉണ്ട്. നല്ല ആവി പറക്കുന്ന ചോറ്, നല്ല തണുവും ചൂട് ചോറ്. വെയിലാകുമ്പോഴേക്ക് പല്ലൊന്നും ഉണ്ടാവില്ല. സൂപ്പർ ടേസ്റ്റ് ആണ്. കഴിപ്പൊന്നും വേണ്ട. അതെ, ഞാനും ചോറിനട്ടെ. ഇത്രയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.